ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടും പാർട്ടി നിലപാടുമാണ് ഇപ്പോൾ ജനശബ്ദം പരിശോധിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ശ്രീനിവാസൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീനിവാസൻ, പറയൂ, എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ നിലപാട്? ഇടതുപക്ഷ നിലപാട് സ്ത്രീ പ്രവേശനത്തിൽ വെമ്പിങ് പോകുന്നതിനെതിരെ ഹിന്ദുക്കളെല്ലാവരും ഒന്നിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഹലോ, ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം. ഹിന്ദുക്കളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഇടതുപക്ഷ എംപി ഗോവിന്ദനെതിരെ ഇടതുപക്ഷ CPM-നെതിരെയും ഹിന്ദു സമൂഹം എല്ലാം ഒന്നിച്ച് നിന്ന് യുവതി പ്രവേശനം തടയണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രവണതയ്ക്കെതിരെ ശബ്ദമുയർത്തണം എന്നാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച പ്രേക്ഷകൻ കൂടി പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ നാളെ മാർച്ച് 14 സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നാളേക്കകം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയെങ്കിൽ സർക്കാരിന്റെ മുന്നിലുള്ള വഴി എന്തായിരിക്കും? തീർച്ചയായിട്ടും സർക്കാരിന്റെ മുമ്പിലുള്ള വഴി ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്നു എന്നുള്ള നിലപാട് തന്നെ ആയിരിക്കും. കാരണം അത്രമാത്രം തിരിച്ചടി നേരിട്ട രണ്ട് തിക്ത അനുഭവങ്ങളെ അനുഭവിച്ചറിഞ്ഞ ഒരു പാർട്ടിയാണ് CPM. ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഇടത് വലത് മുന്നണികളുടെ ബലപരീക്ഷണം മാത്രമല്ല. അതായത് കേരളത്തിൽ മൂന്നാമത്തെ വലിയ ശക്തിയായി ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചു നോക്കൂ. പണ്ടൊക്കെ ഇടത് മുന്നണി വലത് മുന്നണി എന്നുള്ള ചർച്ചയായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് മുന്നണികളെയും വിട്ട് കേരളത്തിൽ BJP സഖ്യം എന്ത് മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഇടത് വലത് മുന്നണികളെക്കാൾ പ്രസക്തമായി ദേശീയ ജനാധിപത്യ സഖ്യം വളരെ ശക്തി ആർജിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു വിഷയം അങ്ങേയറ്റം നിർണായകമാണ്. ശബരിമല വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് LDF-നെ പോലെ UDF-നും പ്രധാനമാണ്. ഈ വിഷയത്തിൽ NDA ദേശീയ ജനാധിപത്യ സഖ്യം BJP സഖ്യം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വളരെ സത്യമാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലൂടെയും 30-ലേറെ പഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിക്കുന്നതിലൂടെയും BJP നടത്തിയ രാഷ്ട്രീയ മുന്നേറ്റം, വോട്ട് ശതമാനത്തിൽ അവർക്കുണ്ടായ വർധനവ്, ഇതെല്ലാം കേരള രാഷ്ട്രീയത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ഇപ്പോൾ നമ്മൾക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വയനാട് നിന്ന് ഒരു പ്രേക്ഷകൻ മുരളീധരൻ ചേരുന്നുണ്ട്. മുരളീധരൻ, പറയൂ, എന്താണ് ഇക്കാര്യത്തിൽ നിലപാട്? അല്ല, ഇതില് നമ്മളാ കൊടുത്തിരിക്കുന്നതിന്റെ ടൈറ്റിൽ തന്നെയാണ് ശരി. അഴകുഴമ്പൻ. മാർക്സിസ്റ്റ് പാർട്ടിയെ ഉപമിക്കാൻ അത്രയും നല്ലൊരു വാക്കില്ലെന്ന്, അത് മനഃപൂർവ്വമായിട്ട് കൊടുത്തതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്രയും നല്ലൊരു വാക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ, ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഉപമിക്കാനായിട്ട് വേറെ ഒരു വാക്കില്ല. പിന്നെ ഇവരിനിയിപ്പം ആരെല്ലാം ഏതെല്ലാം രീതിയിൽ വിചാരിച്ചാലും ഇവിടെ 1000 കൊല്ലക്കാലം ഇവിടെ നമ്മുടെ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ മെനക്കെട്ടിറങ്ങിയ ബ്രിട്ടീഷുകാരെ ആയാലും മുഗളന്മാരെ ആയാലും ഒക്കെ തോൽപ്പിച്ച ചരിത്രമാണ് ഇവിടുത്തെ ഹിന്ദുവിനുള്ളത്. ഒരു കാരണവശാലും നമ്മുടെ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു പുല്ലും ചെയ്യാൻ കോയിന്നനും കഴിയില്ല, കോയിന്നന്റെ അപ്പുറത്തുള്ളവനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഇവർക്കൊരു മിഥ്യാധാരണ. എനിക്ക് തോന്നണത് ഏതോ ഒരു വിദേശി ആരാണെന്ന് എനിക്ക് ബർണാഡ് ഷാ എന്ന് തോന്നുന്നു. ബർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട് 20 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും അവൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അവന്റെ തലച്ചോറിന് എന്തോ തകരാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ്. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കിടന്ന് എന്തെല്ലാം തലയം കുത്തി മറിഞ്ഞാലും എന്തെല്ലാം കാപട്യം കാണിച്ചാലും അതൊന്നും വില പോകാനായിട്ട് പോകുന്നില്ല. കമ്മ്യൂണിസത്തിന്റെ അടിവേര് നമ്മുടെ ഭാരതത്തിൽ തന്നെ നശിച്ചു നാരായണക്കല്ല് പിടിക്കും. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇങ്ങനെയാണ് പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നത്. അങ്ങേക്ക് ഈ വിഷയത്തിൽ അവസാന വാക്ക് പറഞ്ഞെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മുടെ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ വന്ന ജനപ്രതികരണം. ആദ്യമൊക്കെ സൗമ്യമായി സംസാരിച്ചവർ, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞതിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുമ്പോ ജനങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്. അത് കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഉള്ളവരുടെ പ്രതികരണമാണ് ഇവിടെ കേൾപ്പിച്ചത്. ആ ഓരോ പ്രതികരണങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്. കേരളത്തിന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി. കേരളീയ ജനതയുടെ, അതിലിപ്പോ ഏത് മതമോ ഏത് ജാതിയോ ആരുമാവട്ടെ, അവരുടെ മുമ്പിൽ നിലപാടുകളില്ലാത്ത ഒരു പാർട്ടിയായി തകർന്നു വീഴുകയാണ് ഇടതുപക്ഷ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാട്ടർലൂ ആയിരിക്കും. ഇന്ത്യൻ ജനാധിപത്യ മേഖലയിൽ നിന്ന്, ഇന്ത്യയിലെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് CPM അപ്രത്യക്ഷമാകാൻ പോകുന്ന അവസാന അംഗമാണ്, അവസാന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എങ്ങനെയും അധികാരം തുടരാൻ വേണ്ടി കൈകാലിട്ടടിക്കുന്ന CPM-നെയാണ് നമ്മൾ കാണുന്നത്. ഈ ശബരിമല യുവതി പ്രവേശനത്തിലും അവരുടെ നിലപാട് ഒരു വശത്ത് പറയുമ്പോൾ മറുഭാഗത്ത് വന്ന് അതിന് വിരുദ്ധമായ നിലപാട് പറയുമ്പോൾ CPM-ന് അഴകുഴമ്പൻ നിലപാടോ എന്ന് ജനം TV-ക്ക് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. നിലപാട് തിരുത്തിയെന്ന് പറയാൻ CPM-ന് മടിയോ എന്നാണ് ജനം TV ചോദിക്കുന്നത്. നാളെ എന്ത് സത്യവാങ്മൂലം സർക്കാർ നൽകും എന്ന ചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. ജനശബ്ദം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയസൂര്യൻ, പ്രേക്ഷകർ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്തേ.